എനിക്ക് ആരോടും വിരോധമുണ്ടായിട്ട് ഞാൻ പറയുകയല്ല. പിന്നെയോ, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ജനിക്കാനൊരു കാലം, വളരാനൊരു കാലം, പ്രവർത്തിപ്പാനൊരു കാലം, പ്രവർത്തിക്കാതിരിപ്പാനൊരു കാലം, രുചി നോക്കുവാനൊരു കാലം, രുചി നോക്കാതിരിക്കുവാനുള്ള കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടപ്പെടുത്തുവാനൊരു കാലം, വിവാഹം കഴിക്കാനൊരു കാലം, വിവാഹത്തെ മോചനത്തിന് വേണ്ടി കാലം, എല്ലാത്തിനൊരു കാലമുണ്ട്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാനായിട്ട് തന്നെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെടുന്നവരെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും എല്ലായിടത്തും അവരവർ പ്രയത്നിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്നാൽ ചിലർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ചില നീചക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരും വളർന്നു വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നാൽ നല്ലവരായ ആളുകൾ നീചപ്രവൃത്തി ചെയ്യുമ്പോൾ അത് കാണുന്നതാണ് പ്രയാസമായിട്ടുള്ള കാര്യം. നല്ലവരായ ആളുകൾ, സമൂഹത്തിൽ മാന്യതയുള്ള ആളുകൾ തങ്ങളുടെ മറ്റൊരു രൂപം എടുത്ത് കാട്ടുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുവാൻ ആരെക്കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് ലോകചരിത്രം സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ക്രിസ്തീയ സമൂഹത്തിൽ, ഞാനൊരു ക്രിസ്തീയ വിശ്വാസി ആയതുകൊണ്ട് ക്രിസ്ത്യ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, നല്ലത് തന്നെ. വിശ്വാസത്തിന് വേണ്ടി അടിയുറച്ച് ഏകാഗ്രത്തോളം പ്രയത്നിക്കുന്നു, ചിന്തിക്കുന്നു, അത് നല്ലത് തന്നെ. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നാം രുചിച്ചറിഞ്ഞിരിക്കുന്ന സത്യമാണ്. ഞാൻ ഒരു മനുഷ്യനെ, അതിലേറ്റവും ഒരുപാട് ആൾക്കാരുണ്ട്, അനീതിക്ക് കൂട്ടുനിൽക്കുകയും വിശ്വാസം പറയുകയും ചെയ്യുന്ന ഒരു വലിയ പറ്റം ആളുകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ളതും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ, ഈ വിശ്വാസവീരന്മാരെന്ന് പറയുകയും നല്ല പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരിൽ ദുഷ്ടന്മാരായ ആളുകൾ ഒരുപാടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഡോക്ടർ സാബർ പിൽപ്പാത്തിയാൽ. എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ പ്രമാണിത്വം അരക്കിട്ട് ഉറപ്പിക്കുവാൻ അദ്ദേഹം ഏത് കാലും കയ്യും പിടിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ, തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ അദ്ദേഹം പ്രയത്നിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളെ ദ്രോഹിക്കുക എന്നെ സംബന്ധിച്ചാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും തൻ്റെ സ്വാധീനം ഉപയോഗിച്ചും പണസ്വാധീനം ഉപയോഗിച്ചും വ്യക്തികളെയും കുടുംബങ്ങളെയും സാമുദായിക സംഘടനകളെയും വിശ്വാസവീരന്മാർ എന്ന സഭാ നേതാക്കന്മാരെയും കൈക്കലാക്കി തൻ്റെ ഇഷ്ടപ്രകാരം പ്രയത്നിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത്, ഒരു 50 വർഷക്കാലം ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ സമയമായപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് യാതൊരു വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിരോധമില്ല. താൻ ഏതാണ്ട് വലിയ രാജപ്രഭുവായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ അയൽവാസിയായിരുന്ന ഒരു ജില്ലാ സൂപ്രണ്ട്, പോലീസ് സൂപ്രണ്ട് ബാലചന്ദ്ര മേനോൻ,
അദ്ദേഹവുമായി ചേർന്ന ഒരുപാട് കളികൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ വെറുക്കുവാനോ എന്നെ നശിപ്പിക്കുവാനോ പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. വളരെ നിഷ്ഠൂരനും നികൃഷ്ടനുമായ ജീവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബം. ദൈവക്രോധം അവനെയും അവൻ്റെ കുടുംബത്തെയും പിടിക്കാൻ പോകുന്നു എന്നുള്ളത് ഈ പ്രഭാത സമയത്ത് ഞാൻ അസംനിത്യമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവചിക്കുന്നു. ദുഷ്ടനായ മനുഷ്യ, നിൻ്റെ പ്രവൃത്തി നീ വിട്ട് ദൈവത്തെങ്കിൽ തിരിഞ്ഞില്ല എങ്കിൽ നിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നീ സമൂഹത്തോടും ദൈവത്തോടും വ്യക്തികളോടും ഏറ്റുപറഞ്ഞ് തിരിഞ്ഞില്ല എങ്കിൽ ദൈവക്രോധം നിൻ്റെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ജ്വലിക്കാൻ പോകുന്നു എന്നുള്ളത് ബേബി മല്ലശ്ശേരി എന്ന ഞാൻ അസംഘടിതമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. രക്ഷപ്പെടുക. നിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് കാലഘട്ടത്തിലും നിന്നെ അനുഗമിച്ചുകൊണ്ടേയിരിക്കും. യാതൊരു സംശയമില്ല. നിൻ്റെ കുടുംബത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും. നീ ചെയ്തു കൂട്ടുള്ള പ്രവർത്തനങ്ങൾ നീ ചിന്തിച്ചു നോക്കൂ. നീ ആരുമായിക്കോട്ടെ, എനിക്കത് ബാധകമല്ല. ഇപ്പോൾ പ്രതികരിക്കാനുള്ള സമയം വന്നു. അപ്പോൾ പ്രതികരിക്കുന്നു. ഈ 50 വർഷക്കാലം ഞാനിതിനു വേണ്ടി കാത്തിരുന്നു. ഇനിയുള്ള കാലം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും ചിത്തക്കാലമായിരിക്കും എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുറച്ചുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ അതാത് കാലഘട്ടങ്ങളിൽ ഓരോ സമയങ്ങൾ ഓരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമ്മളും പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രതികരിച്ചില്ല എങ്കിൽ ഇതേ വീണയെപ്പോലെയുള്ള ദുഷ്ടജീവികൾ ഈ രാജ്യത്ത് പെരുകി വരും. അവനെ അടച്ച് പിടിച്ച് തുറങ്കൽ അടയ്ക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ തുറങ്കലിലാകാൻ പോകുന്നു എന്ന് ബേബി മല്ലശ്ശേരി എന്ന് ഞാൻ അസംഘടിതമായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്.